ഒരാഴ്ച മുമ്പ് നമ്മളൊരു സ്ഥലത്തൊരു വന്ധ്യതാ നിവാരണ ക്യാമ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഏകദേശം ഒരു 60-70ഓളം പേര് പങ്കെടുത്തു. ആ പങ്കെടുത്തതിൽ കൂടുതലും സ്ത്രീകളുടെ ഏജ് 40 വയസ്സിന് മുകളിലാണ്. ഞാനെന്ത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതിലൊരു സ്ത്രീ 2 സ്ത്രീകളായാലും മെനോപോസ് അതായത് മെൻസസ് നിന്ന സ്ത്രീകൾ 50 വയസ്സുണ്ട്. പക്ഷെ അതിലൊരു സ്ത്രീ കരഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ് മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രായം കൂടി വരികയാണ്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ അവരിനോട് പറയും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കുട്ടി എങ്ങനെയും വേണം എന്നുള്ള ഒരു സങ്കടകരമായൊരു കാര്യം ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ബാക്കി കൂടുതൽ സ്ത്രീകൾ, ഏകദേശം ഒരു 80% ആൾക്കാരും 40 വയസ്സിന് മുകളിലാണ് സ്ത്രീകളുടെ പ്രായം. പറഞ്ഞു വരുന്ന ഇതാണ്, ഞാൻ ഈ സ്ത്രീയുടെ പഴയ ഹിസ്റ്ററി ഒക്കെ നോക്കിയപ്പോൾ, റിപ്പോർട്ട്സൊക്കെ നോക്കിയപ്പോൾ 30 വർഷം മുമ്പ് തന്നെ അവർ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൽ ഫാക്ടർ, അവരുടെ ഹസ്ബൻഡിൻ്റെ കൗണ്ട് വളരെ കുറവാണ്. കൗണ്ട് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അന്നേ അത് എന്ത് ചെയ്യാൻ ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് IVF ആണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പലരും കാണിച്ചിട്ടുണ്ട്. പിന്നെ അലോപ്പതി, ഹോമിയോ, ആയുർവേദം എല്ലാം കാണിച്ച് ലാസ്റ്റ് അവരോട് പലരും IVF സജസ്റ്റ് ചെയ്തുമാണ്. അപ്പോൾ അന്നത്തെ ഈ എക്കണോമിക് പ്രോബ്ലം, സാമ്പത്തിക പ്രശ്നം മറ്റൊക്കെ പറഞ്ഞ് ഈ ഹസ്ബൻഡ് ഇതങ്ങ് നീട്ടി കൊണ്ടുപോയി. അതൊന്ന്. അതിന് ശേഷമുള്ള അത് എല്ലാവരും ഒരു ഈ 40 എബോവുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം, അവർക്ക് നേരത്തെ അണ്ടത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ബീജത്തിൻ്റെ പ്രശ്നങ്ങളോ പിന്നെ അവരുടേതായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവാനുള്ള എല്ലാം, അതായത് ഹസ്ബൻഡ് ബീജുണ്ട്, ഒന്നിലെ കൗണ്ട് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ വൈഫിൻ്റെ ആ സമയത്ത് അണ്ടാശയത്തിൽ അണ്ടത്തിൻ്റെ അളവ് കുഴപ്പമുണ്ടായിട്ടില്ല, കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ചില ആൾക്കാർക്ക് എൻഡോമെട്രിയോസ് ഉണ്ട്. പക്ഷെ അതൊക്കെ അന്ന് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്കൊന്നൊരു പേരെ കുട്ടികളായിരുന്നേനെ എന്ന് ചില ആൾക്കാരുടെ ഏജ് അനുസരിച്ച്. ചിലൊരു മെയിലിൻ്റെ ഏജ് ശേഷം 60 വയസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒട്ടുമിക്ക ആൾക്കാരും വെറുതെ ഡിലേ ആക്കിയിട്ട്, അവർക്കറിയാം കല്യാണം കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് ആവാത്തപ്പോൾ സ്പേം മെയിൽ ഫാക്ടർ കൂടുതലായി കണ്ടത്. മെയിൽ ഫാക്ടർ അതായത് കൗണ്ട് വളരെയധികം കുറവോ അല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇവർക്കറിയാം ഇത് ട്രീറ്റ്മെൻറ്റ് IVF ചെയ്താൽ സക്സസ് 100% എന്നല്ല, എന്നിരുന്നാലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ആൾക്കാർ ഇത് ചെയ്യാണ്ട് ഇത് മറ്റുള്ളവർക്ക് കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർ നീട്ടി കൊണ്ടുപോയി ഏകദേശം അവരുടെ പാർട്ണർ അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു 35 വയസ്സ് കഴിയുമ്പോൾ അവർ ചില ആൾക്കാർ IVFനെ കുറിച്ച് ആലോചിക്കും. അതിൽ കൂടുതൽ പേരും അത് ഇനിയും ശരിയാവും എന്ന് കരുതിയിട്ട് വീണ്ടും ഏതെങ്കിലും മെഡിസിൻ കഴിച്ച് അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് അവരെ മാറ്റി വെക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇത്തരത്തിലുള്ള വിഷമകരമായ ഘട്ടങ്ങളിലോട്ട് അവർ നീങ്ങുന്നു. അല്ലെങ്കിൽ അവർ പിന്നെ മറ്റുള്ളൊരു പോംവഴി കണ്ടെത്തുന്ന ഡോണറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കാര്യമായിട്ട് വന്ധ്യത എന്നുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചാൽ, കൂടുതൽ ഞാൻ ഇതുകൊണ്ടും പറയാൻ കാരണം, കൂടുതലും ആണുങ്ങളുടെ പുരുഷൻ്റെ ഭാഗത്തുണ്ടാവുന്ന കൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതലും ഡിലേ വരുത്തുന്നത്. കൂടുതലും ഫീമെയിൽസിൻ്റെ വോയിസ് അവിടെ കുറഞ്ഞു പോകുന്നുണ്ടെന്നാണ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കേസുകൾ ഞാൻ കൂടുതൽ OPയിലായാലും കാണുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ. അത് IVF പറയുമ്പോൾ എന്തോ ഒരു മോശം പറഞ്ഞ പോലെയുള്ള ചിലരുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കുഞ്ഞ് എന്നുള്ള കാര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ഉറപ്പാണ് കൗണ്ട് പ്രശ്നമാണ്, കാരണം വളരെ മരുന്ന് കുറേ കഴിച്ചു നോക്കി ഒട്ടും ശരിയാവുന്നില്ല എങ്കിൽ IVF എന്നുള്ളത് നല്ല ഓപ്ഷനാണ്. ഇനി ഒട്ടും കൗണ്ട് ബീജം പുറത്തോട്ട് വരാത്ത ആൾക്കാരതാണെങ്കിൽ, മറ്റുള്ള ഹോർമോൺസൊക്കെ നോർമലാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ആ ബീജം കൊണ്ട് IVF ചെയ്യാൻ പറ്റും. ഇനി ഈ IVF ചെയ്തുകൊണ്ട് 100% ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നിരുന്നാൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതുകൊണ്ടായില്ല എന്നുള്ള ഒരു പ്രശ്നമെങ്കിലും ഈ സ്ത്രീകളൊക്കെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതൊക്കെ ചെയ്ത് നോക്കാതെ പിന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ടല്ലേ, എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് ഇനി വിജയിച്ചില്ലെങ്കിൽ അങ്ങനെയും സമാധാനിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാവരും ഈ ഡോണർ മറ്റുള്ളവരുടെ അണ്ടവും ബീജമൊക്കെ എടുത്തു വെച്ച് പിന്നെ ഫ്യൂച്ചറിൽ എന്താവും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കുഞ്ഞ് എന്നുള്ളത് എല്ലാവരും ആഗ്രഹമായിരിക്കും. ഈ സ്ത്രീകൾ ഏജ് കൂടുന്നതിനനുസരിച്ച് അവരുടെ അണ്ടാശയത്തിൽ അണ്ടത്തിൻ്റെ അളവ് കുറയും. നമ്മൾ ഈ AMH എന്നൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്, ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ അത് വളരെയധികം കുറഞ്ഞു വരും. പിന്നെ പുരുഷന്മാർതാണ് ഈ നേരത്തെ സെമൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ അറിയാം കൗണ്ടിൻ്റെ കുറവ്, മോട്ടിലിറ്റി, മോർഫോളജി കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് ആരെങ്കിലും IVF പറയുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേറെ ഡോക്ടറെ പോയി കാണിക്കാം. ഇന്ന് കേരളത്തിൽ ഇഷ്ടം പോലെ IVF സെൻ്ററുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തേടാം. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിക്കരുത് എന്നാണ് എനിക്ക് കഴിഞ്ഞൊരു ക്യാമ്പിൽ ഏകദേശം 10-60 പേരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്.